വിലക്കപ്പെട്ട പ്രണയം ഭാഗം 24. അയ്യോ, ഇതെന്തു പറ്റിയതാണ്? അവൾ വേഗം പുറത്തേക്ക് ഓടിയെത്തി. ലതയുടെ നെറ്റിയിലെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് ആമി വിഷമത്തോടെയാണത് ചോദിച്ചത്. വീണതാണ്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി വന്ന് തട്ടി. അവർ പുഞ്ചിരിയോടെയാണ് പറയുന്നതെങ്കിലും ഋഷിയുടെ ദേഷ്യത്തിലിരിക്കുന്ന മുഖം കണ്ടതും അവൾ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. നോക്കിയും കണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അമ്മയെ കാണുമ്പോൾ വണ്ടി മാറിത്തരുമായിരിക്കും. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഋഷി ശബ്ദം ഉയർത്തി. അത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ ആമി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഉൾവലിഞ്ഞു. ലതാമ്മ അത് കേട്ടിട്ടില്ല എന്നതുപോലെ ഇരുന്ന് കളഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശിയെ കൂട്ടി ആമി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇതെന്ത് പറ്റിയതാണ് ലതേ? മുത്തശ്ശി വന്ന പാടെ നെറ്റിയിലെ മുറിവ് കണ്ടതും കാര്യം തിരക്കി. റോഡ് ക്രോസ് ചെയ്തപ്പോൾ വണ്ടി മുട്ടിയതാണമ്മേ. സ്റ്റിച്ചൊന്നുമില്ല, ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ കൈമുട്ടിലും ചെറിയൊരു പോറലുണ്ട്. ലത അവരോട് പതിയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ചെറിയ പോറൽ, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലോ? അജയ് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു നിമിഷം എൻ്റെ ചങ്ക് പിടഞ്ഞു പോയി. ഋഷി നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ആകുലതയോടെ പറഞ്ഞു. അല്ല, നീയെപ്പോൾ വന്നു? അപ്പോഴാണ് അവരത് തിരക്കിയത്. അതിന് ഋഷി അവരെ ഒന്ന് കനപ്പിച്ചു നോക്കി. ഋഷിയേട്ടൻ 5 മണിയായപ്പോൾ വന്നതാണ്. ഞാൻ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വണ്ടിയെടുത്ത് വേഗം പുറത്തേക്ക് പോയതാണ്. ആമി അങ്ങനെ പറഞ്ഞതും പിന്നെ ഋഷി വന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ 3 പേരും കൂടി ഇരുന്നു. അപ്പോഴാണ് സജീവനും അങ്ങോട്ടെത്തിയത്. രാത്രി കിടക്കാൻ നേരം ആമി അച്ഛൻ്റെ മുറിയിലേക്കെത്തി. അല്ലെങ്കിൽ സാധാരണയായിട്ട് അവൾ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. ഇന്നിപ്പോൾ എന്തോ അച്ഛൻ്റെ കൂടെ കിടക്കണം എന്നൊരു തോന്നൽ. ഇതെന്താ അമ്മക്കുട്ടി ഇന്ന് ഇങ്ങനെ ഒരു തോന്നൽ? അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു. ഒന്നുമില്ല, അത് പറഞ്ഞ് അവൾ അയാളുടെ കൂടെ കിടന്ന് കണ്ണടച്ചു. പക്ഷേ എന്നിട്ടും അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. മനസ്സിലാകെ എന്തൊക്കെയോ ഇങ്ങനെ കലങ്ങി മറിയുന്നത് പോലെ. ആമക്കുട്ടി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ അവളെ വീണ്ടും വിളിച്ചു. അതിന് അവൾ അച്ഛനെ നോക്കി ഒന്ന് മൂളി. എന്താ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നത്? ഉറക്കം വരുന്നില്ലേ എൻ്റെ കുട്ടിക്ക്? ഇല്ലച്ചാ, ഉറക്കം വരുന്നുണ്ട്. അച്ഛനോട് അതൊന്നും പറയണ്ടല്ലോ എന്ന് കരുതി അവൾ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അച്ഛനെതിരെ തിരഞ്ഞു കിടന്നു. ഇന്ന് ലതാമ്മയ്ക്ക് അപകടം സംഭവിച്ചപ്പോൾ ഒരു നിമിഷം ഋഷിയേട്ടൻ്റെ സങ്കടവും വേദനയും ഒക്കെ കണ്ടപ്പോൾ അങ്ങനെയൊരു അനുഭവം തനിക്കായിരുന്നെങ്കിൽ എന്നൊരു നിമിഷം അവൾ ആലോചിച്ചു പോയി. അച്ഛൻ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് തനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയൊരു അപകടം ഉണ്ടായപ്പോൾ മുതൽ തൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടോ അച്ഛൻ അങ്ങനെ ഉണ്ടായാലോ എന്നൊരു ചിന്തയാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും അത് ഓർത്തോർത്ത് പേടിക്കുന്നത് പോലെ. ഒടുവിൽ ഒരുപാട് സമയം കടന്നു പോയതും മനസ്സിലുള്ള അരുതാത്ത ചിന്തകളെയെല്ലാം എടുത്തു കളഞ്ഞ് അവൾ ശാന്തമായി കണ്ണടച്ചുറങ്ങാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു കണക്കിന് കണ്ണുകൾ അടച്ചങ്ങനെ കിടന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ആമിയുടെ +2 റിസൾട്ട് വരികയാണ്. രാവിലെ തന്നെ ഋഷി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ രാവിലെ ജോലിക്ക് കയറുന്നതിന് മുന്നേ വിളിച്ച് ചോദിച്ചതാണ്. ജോലിക്ക് കയറിയാൽ പിന്നെ ഫോൺ എടുക്കാനാവില്ല. പക്ഷേ ഉച്ച കഴിഞ്ഞ് 4 മണിയാകുമ്പോഴായിരിക്കും റിസൾട്ട് സൈറ്റിൽ എല്ലാവർക്കും കിട്ടുക. ആമി വീട്ടിൽ ഒറ്റയ്ക്കാണ്. അച്ഛൻ ബോട്ട് കയറിയത് കൊണ്ട് തന്നെ ഹാർബറിലേക്ക് പോയിരിക്കുകയാണ്. റിസൾട്ട് അറിയുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ എന്തിനെന്നില്ലാത്തൊരു ടെൻഷനാണ് ആമിക്ക് തോന്നിയത്. എല്ലാ വിഷയത്തിനും A+ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ എന്നാലും എന്തിനെന്നറിയാതെ വെറുതെ ഒരു ടെൻഷൻ. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. നമുക്ക് നല്ല മാർക്കുണ്ടാകുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ പോലും ആ ഒരു സമയമാകുമ്പോഴേക്കും ഒരു ടെൻഷൻ അറിയാതെ തന്നെ എവിടെ നിന്നോ നമ്മളെ പിടികൂടും. ഉച്ചയായപ്പോഴേക്കും അവൾ ലതാമ്മയുടെ വീട്ടിലേക്കെത്തി. ഉച്ചയ്ക്കുള്ള ഭക്ഷണവും അവിടെ നിന്ന് കഴിച്ച് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 4 മണിക്ക് റിസൾട്ട് വരുമല്ലോ ആമക്കുട്ടി. ഇടയ്ക്കിടയ്ക്ക് ലതാമ്മയും മുത്തശ്ശിയും അവളെ എരികേറ്റാൻ എന്ന വിധം അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞുവെങ്കിലും പിന്നെ ആയപ്പോൾ അവൾ അവരോട് പിണങ്ങി മാറിയിരുന്നു. അങ്ങനെ 3 മണിയായി. മന്ത്രി റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സൈറ്റിൽ അത് ലഭ്യമാകാൻ 4 മണിയാകും. ക്ലോക്കിലെ സൂചികൾക്ക് വേഗത പോരെന്ന് തോന്നി ആമിക്ക്. ലതേച്ചി. പെട്ടെന്ന് ഉമ്മറത്തു നിന്നൊരു ശബ്ദം. ഉറക്കെയുള്ള ആ വിളിയിൽ ലതയും ആമിയും ഒരുപോലെ പുറത്തേക്ക് എന്താണെന്നറിയാൻ ഇറങ്ങിച്ചെന്നു. എന്താ വിജയ? ലത ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അയാളോട് തിരക്കി. സജീവൻ ചേട്ടന് ചെറിയൊരു നെഞ്ചുവേദന. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങോട്ട് ആരെങ്കിലും വരാൻ വേണ്ടി. അയാൾ പറയുന്നത് കേട്ടതും ആമിയാകെ വല്ലാതെയായിപ്പോയി. ഭയം, സങ്കടം, വേദന, അങ്ങനെ പലവിധ ചിന്തകളും ആകുലതകളും അവളെ പിടികൂടി. അങ്ങനെ തന്നെ ഉമ്മറത്തെ തൂണിലൂടെ അവൾ നിലത്തേക്കിരുന്നു പോയി. ആമി. ലത അവളെ പിടിച്ചുയർത്താൻ ശ്രമിച്ചുവെങ്കിലും അവൾ ഒന്നാകെ തളർന്നു പോയിരുന്നു. മനസ്സിൽ വേദനകൾ തിങ്ങി നിറയുന്നു. പിറ്റേ ദിവസം ആശുപത്രിയുടെ വരാന്തയിലൂടെ ഋഷി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. പക്ഷേ ഈ തവണ അവളിൽ സാധാരണ അവനെ കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഉണ്ടായിരുന്നില്ല. തീർത്തും നിർജീവമായിരിക്കുന്ന അവളുടെ മുഖം കാണെ അവന് തന്നെ വല്ലാത്ത വേദന തോന്നി. അവളുടെ അരികിലായിട്ടിരിക്കുന്ന കസേരയിലേക്ക് ഇരിക്കുമ്പോൾ അവളോട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നത് അവൻ അറിയില്ലായിരുന്നു. കസേരയുടെ ഹാൻഡിലിൽ വെച്ചിരിക്കുന്ന അവളുടെ കൈയിലേക്ക് അവൻ കൈ അമർത്തി പിടിച്ചു. ആ ഒരു സ്പർശനത്തിൽ തന്നെ അവളുടെ ഉള്ളിൽ തളം കെട്ടി നിന്നിരുന്ന സങ്കടങ്ങളും വേദനകളുമെല്ലാം കണ്ണുനീരായി അണപൊട്ടി ഒഴുകി. അച്ഛൻ.
ആ ഒരു വാക്ക് മാത്രം പറഞ്ഞപ്പോഴേക്കും അവളുടെ കരച്ചിൽ നിയന്ത്രിക്കാനാവുന്നതിലും അപ്പുറത്തേക്കായിരുന്നു. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ അവന് കഴിയുന്നില്ലായിരുന്നു. അല്ലെങ്കിലും താൻ എന്തു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാനാണ്? സ്വന്തം അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വേദനയും മറ്റും വന്നാൽ അതിൻ്റെ ദുഃഖം എന്തായിരിക്കുമെന്ന് തനിക്ക് അറിയാവുന്നതാണ്. അച്ഛനില്ലാത്ത തനിക്ക് വല്യച്ഛൻ ശരിക്കും ഒരു അച്ഛനെ പോലെ തന്നെയാണ്. ആമിക്ക് അമ്മയെ നഷ്ടമായതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ തനിക്ക് അച്ഛനെ നഷ്ടമായതാണ്. പക്ഷേ ഒരച്ഛനിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും വാത്സല്യവും ഒക്കെ തനിക്ക് വല്യച്ഛനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി അവളുടെ തലയിലൊന്ന് തലോടുമ്പോൾ അവന് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു അവളെ ആശ്വസിപ്പിക്കാൻ. ICUവിൻ്റെ മുന്നിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. കരഞ്ഞു തളർന്നതിനാലാവാം ആമി ഉറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഋഷി അമ്മയോട് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഒരു മുറിയെടുത്തു. ആമിയെ അങ്ങോട്ടാക്കി. അമ്മയും മുത്തശ്ശിയും ഒക്കെ ആശുപത്രിയിൽ തന്നെയുണ്ട്. ഇന്നലെ മുതൽ ആമി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഭക്ഷണം വാങ്ങി അവൻ തന്നെ അത് കൊടുത്തു. ശേഷം അവൻ തിരികെ ICUവിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു നിന്നു. അകത്തേക്ക് കയറിപ്പോയ ഡോക്ടർ ഇത്ര നേരമായിട്ടും തിരികെ വന്നിട്ടില്ല. വല്യച്ഛൻ്റെ കാര്യവിവരങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുമില്ല. പെട്ടെന്ന് ഒരു നേഴ്സ് ICUവിൻ്റെ അടുത്തേക്ക് വന്നു. അവരുടെ കയ്യിലൊരു ബില്ലുണ്ടായിരുന്നു. ദാ, ഇത് ഇത്രയും നേരത്തെ ചികിത്സയുടെ ബില്ലാണ്. ഇത് പേ ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനാവൂ. അവർ വന്ന് പറഞ്ഞതും ഋഷി ആ ബില്ലെടുത്ത് നോക്കി. 1,85,000 രൂപ. ഇത്രയും പണം എന്തായാലും തന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ശേഖരിക്കാൻ കഴിയില്ല. കൂടിപ്പോയാൽ തൻ്റെ അക്കൗണ്ടിൽ ഏകദേശം ഒരു 50,000 രൂപ കാണും. അവൻ അമ്മയോട് ചോദിക്കാമെന്ന് കരുതി. പക്ഷേ അമ്മയുടെ കയ്യിലും അത്രയ്ക്കൊന്നും പണം ഉണ്ടാകാൻ സാധ്യതയില്ല. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് തങ്ങളുടെ 2 പേരുടെയും. അങ്ങനെ നോക്കുമ്പോൾ ഈ തുകയുണ്ടാക്കുക എന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അവൻ ബില്ലുമായി നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയോട് പറഞ്ഞ് വീടിൻ്റെ ആധാരം പണയപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഇടപെട്ട് വേഗത്തിലൊരു ലോൺ ശരിയാക്കി എടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ലോൺ തുക 2 ദിവസം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ. അത് നടപടിയല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അവൻ പലിശയ്ക്ക് 1,00,000 രൂപ കടം വാങ്ങി. പിന്നീട് വീട് പണയപ്പെടുത്തി കിട്ടുന്ന തുകയിൽ നിന്ന് അത് തിരിച്ചടക്കാമെന്ന് കരുതി. അങ്ങനെ വൈകിട്ടായപ്പോഴാണ് തുക ആശുപത്രിയിൽ അടച്ചത്. കയ്യിലുണ്ടായിരുന്ന 50,000 രൂപ അവൻ അപ്പോൾ തന്നെ അടച്ചിരുന്നു. ബാക്കിയുള്ളത് ഇപ്പോഴും. മിസ്റ്റർ ഋഷി, ആൾക്കിപ്പോൾ തന്നെ ഒരു സർജറി ആവശ്യമായിട്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് 50% മാത്രമാണ്. ഇപ്പോഴാണെങ്കിൽ ആളെ ഏകദേശം വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട ഒരു കണ്ടീഷനിലാണ്. ഡോക്ടറുടെ ക്യാബിനിലിരിക്കുമ്പോൾ അയാളുടെ വാക്കുകൾ ഋഷിയുടെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കും കണക്കാണ് വന്നു പതിച്ചത്. ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അവിടെ തന്നെ നിശബ്ദനായിരുന്നു പോയി. ഡോക്ടർ, ഈ ഒരു സർജറി ചെയ്തില്ലെങ്കിൽ എന്താണ്? ആളുടെ ജീവൻ ഇപ്പോൾ അല്പം അപകടത്തിൽ തന്നെയാണ്. ഇതിനു മുൻപും ആൾക്ക് ചെറിയ രീതിയിൽ ഇതുപോലെയുള്ള നെഞ്ചുവേദനകൾ വന്നിട്ടുണ്ടാകണം. പക്ഷേ അത് കാര്യമാക്കാതെ വേണ്ട രീതിയിലുള്ള മെഡിസിൻ എടുക്കാതെ ആൾ കഴിച്ചുകൂട്ടി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറിയത്. ഇപ്പോൾ ഈ ഒരു സർജറി ചെയ്താൽ രക്ഷപ്പെടാൻ 50% ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിൽ തന്നെ ആളെ വെന്റിലേറ്ററിലേക്ക് മാറ്റുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ മുൻപിലുള്ള ആകെയുള്ള ഒരു ഓപ്ഷൻ. പക്ഷേ അങ്ങനെ മാറ്റുകയാണെങ്കിൽ പോലും ഒരു ജീവൻ വെന്റിലേറ്റർ ഉപയോഗിച്ച് നിലനിർത്തുന്നതിനും ഞങ്ങൾക്ക് പരിമിതികളേറെയാണ്. ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം ഋഷി ശ്രദ്ധയോടെ തന്നെ കേട്ടിരുന്നു. പക്ഷേ അവൻ അതെല്ലാം കൂടുതൽ ആഴത്തിലേക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതൊന്നും കേട്ടിരിക്കാൻ തൻ്റെ മനസ്സത് അനുവദിക്കാത്തതുപോലെ. യു ക്യാൻ പ്രൊസീഡ് വിത്ത് സർജറി ഡോക്ടർ. അങ്ങനെയൊരു മറുപടി കൊടുക്കുമ്പോൾ അതിന് ശേഷം എന്തായിരിക്കും ഉണ്ടാവുക എന്നതിന് അവൻ ഉത്തരവില്ലായിരുന്നു. പക്ഷേ എങ്ങനെയായാലും വലിയച്ഛൻ്റെ ജീവൻ നിലനിർത്തണം എന്നത് മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ ആ നിമിഷം. ആമിയോട് ഡോക്ടർ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് തന്നെ അവൻ തീരുമാനിച്ചു. ഒരു ചെറിയ സർജറി വേണ്ടിവരും എന്ന് മാത്രം പറയാമെന്ന് കരുതി. അങ്ങനെ തന്നെയാണ് അവൻ അവളോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതും. അവളോട് മാത്രമല്ല, മുത്തശ്ശിയോടും അമ്മയോടും അവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇതിനിടയ്ക്ക് ഋഷി തന്നെ ആമിയുടെ റിസൾട്ട് നോക്കിയിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾക്ക് എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ ഉണ്ടായിരുന്നു. അത് അവളോട് പറഞ്ഞിട്ടും അവൾക്ക് യാതൊരു സന്തോഷമോ ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആൾ ഇപ്പോൾ ജീവന് വേണ്ടി ICUവിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സർജറിക്ക് വേണ്ടുന്ന പണം സ്വരൂപിക്കുക എന്നതായിരുന്നു ഋഷിയുടെ മുന്നിലുള്ള അടുത്ത ലക്ഷ്യം. അച്ഛൻ്റെ ബോട്ട് വിറ്റേക്ക് ഋഷിയേട്ടാ. ഋഷി എന്തെങ്കിലും അവളോട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആമിയായിട്ട് അങ്ങനെ ഒരു തീരുമാനം അവനോട് പറഞ്ഞിരുന്നു. അത് വേണ്ട ആമി, വല്യച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണത്. അതങ്ങനെ വിറ്റ് കളയണോ? അതിലും വലുതെനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവൻ തന്നെയാണ്. ഋഷിയേട്ടൻ്റെ കയ്യിലോ എൻ്റെ കയ്യിലോ ഈ ഒരു സർജറി നടത്താൻ ആവശ്യത്തിനുള്ള തുക ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് നല്ലത് ഋഷിയേട്ടാ. അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം വീട്ടിൽ അലമാരയിൽ ഇരിക്കുന്നുണ്ടാകും. വളരെ ധൈര്യത്തോടു കൂടി തന്നെ പറയുന്ന ആമിയെ ഋഷി ഒരു നിമിഷം അത്ഭുതത്തോടെ നോക്കി. അന്ന് താൻ വന്നപ്പോൾ കരഞ്ഞതല്ലാതെ അവൾ പിന്നീട് കരഞ്ഞിട്ടില്ല. നിർജീവമായിരിക്കുന്നുവെങ്കിലും അവളിൽ നിന്ന് വരുന്നത് ശക്തമായ തീരുമാനങ്ങളും വാക്കുകളുമാണ്. അവളുടെ ഈ പെരുമാറ്റം ഋഷിക്ക് തന്നെ വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. ഒരു കണക്കിന് നോക്കിയാൽ ആമി പറഞ്ഞത് ശരിയാണെന്ന് തന്നെ ഋഷിക്കും തോന്നി.
കാരണം തൻ്റെ കയ്യിൽ സർജറി ചെയ്യാൻ ആവശ്യത്തിനുള്ള പണമില്ല. ആമിയുടെ കയ്യിലുമില്ല. സ്വന്തം വീട് പണയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തായാലും അതുതന്നെ ചെയ്യാമെന്ന് കരുതി ഋഷി ഉണ്ടായിരുന്ന 2 ബോട്ടുകളിൽ ഒരെണ്ണം വിറ്റു. സർജറി നടത്തി. മണിക്കൂറുകൾ നീണ്ടുനിന്ന സർജറി. ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻപിൽ അകമേ പൊള്ളുന്ന മനസ്സും പുറമേ ധൈര്യത്തിന്റെ മുഖംമൂടിയുമായി ആമിയിരുന്നു. മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാകാതെ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങിയപ്പോൾ തന്നെ അയാളുടെ അടുത്തേക്ക് ആമി വേഗത്തിൽ വന്നു. ഡോക്ടർ, ഇപ്പോൾ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഭ്രാന്തമായി സംസാരിക്കുന്നത് പോലെയായിരുന്നു ഡോക്ടറോട് അവൾ കാര്യങ്ങൾ ചോദിച്ചത്. 24 മണിക്കൂർ ഒബ്സർവേഷനിലിരിക്കണം. അത് കഴിഞ്ഞ് മാത്രമേ സർജറി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അത്രമാത്രം പറഞ്ഞ് മുഖത്ത് വെച്ചിരിക്കുന്ന മാസ്ക് അഴിച്ചുകൊണ്ട് പോകുന്ന ഡോക്ടറെ ആമി നിർവികാരമായി നോക്കി. തല കുനിച്ചു നിൽക്കുന്ന അവളെ ഋഷി അരികിലേക്ക് ചേർത്ത് നിർത്തി. നീ സ്ട്രോങ് ആയിട്ടിരിക്കുക ആമി, ഒന്നും ഉണ്ടാവില്ല. 24 മണിക്കൂർ കഴിയുമ്പോൾ പഴയതുപോലെ വലിയച്ഛൻ നമ്മുടെ അടുത്തേക്ക് വരും. പക്ഷേ ഋഷിയുടെ ഉറപ്പോടെയുള്ള വാക്കുകൾ ആമിയുടെ ഉള്ളിൽ അല്പനേരത്തെ ആശ്വാസം പോലും നൽകിയില്ല. ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ കസേരയിലേക്കിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് ICUവിലേക്ക് മാറ്റി. 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ദിവസമായിട്ടും ചില്ലുകണ്ണാടിയുടെ പുറത്തൂടെ അല്ലാതെ അച്ഛനെ ഒന്ന് നേരിട്ട് അടുത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു വിഷമവും അവൾക്കുണ്ടായിരുന്നു. ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് തനിക്കിങ്ങനെ ഇത്രയും ദിവസം അച്ഛനെ കാണാതെ സംസാരിക്കാതെ ഇരിക്കുന്നത്. ഹൃദയം 2ആയി പിളർന്ന് അതിൽ നിന്ന് ചോര കിനിയുന്നത് പോലെ ഒരു വേദന അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ തൻ്റെ ഉള്ളിലെ വേദന എങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കണമെന്നത് അവൾക്ക് അറിയില്ലായിരുന്നു. വീണ്ടും സമയം കടന്നുപോയി. ഡോക്ടർമാരോ നേഴ്സുമാരോ തൻ്റെ അച്ഛൻ്റെ വിവരം എന്താണെന്നുള്ളത് അവളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പരിധി കഴിഞ്ഞിട്ടും അവരാരും ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൾക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി. ICUവിൻ്റെ മുന്നിൽ കാത്തിരുന്ന് അവൾ ആകെ മുഷിഞ്ഞു പോയിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞതും അവൾക്ക് മനസ്സിനാകെ ഒരു വിഭ്രാന്തി പോലെ തോന്നി. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം ഋഷിയേട്ടാ. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും സർജറിക്ക് ശേഷമുള്ള വിവരങ്ങൾ ആരും പറയാത്തത് കൊണ്ട് തന്നെ ആമി തന്നെ എഴുന്നേൽക്കാനൊരുങ്ങി. ആമി, ഇവിടെ ഇരിക്കും മോളെ, അവർ പറയും. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാവില്ലെന്നല്ലേ പറഞ്ഞത്? ഋഷി അവളെ കസേരയിലേക്ക് തന്നെ വീണ്ടും ചേർത്തിരുത്തിക്കൊണ്ട് അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. ഇതെത്ര നേരമായി ഋഷിയേട്ടാ? ഒരാളെ കാത്തിരിപ്പിക്കുന്നതിനൊരു നേരമില്ലേ? ഋഷിയേട്ടന് പോകാൻ പറ്റില്ലെങ്കിൽ അത് പറയും, ഞാൻ പോയിക്കോളാം. ഋഷി അങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ അല്പം ശബ്ദമുയർത്തി അവനോട് പറഞ്ഞു. ആമി അമ്മയെയും കൂട്ടി മുറിയിലേക്ക് പൊയ്ക്കോളൂ. വലിയച്ഛൻ്റെ വിവരം ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ഞാൻ പോയി ചോദിക്കാം ഡോക്ടറോട്. അവൻ്റെ ചേർത്ത് പിടിച്ചു നിർത്തിയിരുന്ന കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ആമി ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു. അവൻ എന്തെങ്കിലും പറഞ്ഞ് അവളെ തടഞ്ഞു നിർത്താൻ പറ്റുന്നതിന് മുന്നേ അവൾ മുന്നിലേക്ക് നടന്നു നീങ്ങിയിരുന്നു. ചാരിയിട്ടിരുന്ന ഡോക്ടറുടെ ക്യാബിനിൽ ഒന്ന് തട്ടുക പോലും ചെയ്യാതെ ആമി അകത്തേക്ക് കയറി ചെന്നു. അകത്തെന്തോ ചെയ്യുകയായിരുന്ന ഡോക്ടർ പെട്ടെന്ന് ഞെട്ടലോടെ അവളെ തിരിഞ്ഞു നോക്കി. പക്ഷേ അതേ നിമിഷം തന്നെ പെട്ടെന്നൊരു നേഴ്സ് ഓടിപ്പാഞ്ഞ് ക്യാബിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. സർ, ഇപ്പോൾ സർജറി കഴിഞ്ഞ ICUവിലുള്ള ആളുടെ ഹാർട്ട് ബീറ്റ് കറക്റ്റല്ല. ഉടനെ തന്നെ ഡോക്ടർ അവിടെ ഇരുന്നിരുന്ന സ്റ്റെതസ്കോപ്പ് എടുത്ത് ICUവിലേക്ക് ഓടുന്നത് ആമി നോക്കി നിന്നതേ ഉള്ളൂ. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.